മത്തായിയുടെ സുവിശേഷമാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പവർ പോയിന്റിൽ നിന്ന് ഞാൻ ചെക്ക് ചെയ്തത് ശരിയായില്ല, അതുകൊണ്ട് കിട്ടിയില്ല. പഠിച്ചു വരുന്നതുള്ളൂ. മത്തായി സുവിശേഷത്തിന്റെ ആദ്യത്തെ ഭാഗം, അതിന്റെ ഇൻട്രൊഡക്ഷൻ നമ്മൾ പഠിച്ചു. പിന്നീട് നാം പഠിച്ചു വന്നപ്പോൾ മത്തായി സുവിശേഷം 1-2 അധ്യായങ്ങളിൽ നിന്നുള്ളതായ ചില കാര്യങ്ങളാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. അവൻ രാജാവാണ്, യേശുക്രിസ്തുവിന്റെ രാജാവായിട്ടാണ് മത്തായി ചിത്രീകരിക്കുന്നത്. യേശുക്രിസ്തു രാജാവാണ് എന്നുള്ളതിന്റെ 4 ഫാക്ട്സുകളാണ് 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. 2-ാം അധ്യായത്തിലുണ്ട്. അതിലൊന്ന് തന്റെ വംശാവലിയാണ്, ഹെറിഡിറ്റി ഓഫ് ദ കിങ്. ഹ്യൂമൻ വേയിലുള്ളതായ ഹെറിഡിറ്റി, ഡിവൈൻ വേയിലുള്ളതായ പാരമ്പര്യം, ഇത് രണ്ടും നമ്മൾ പഠിക്കുവാൻ തക്ക ഇടയായി തീർന്നു. ഹ്യൂമൻ ഹെറിഡിറ്റി ആൻഡ് ഡിവൈൻ ഹെറിഡിറ്റി. വേറെ ഒന്ന്, അടുത്തത് നമ്മൾ പഠിച്ചത് 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴാണ്. 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 12 വാക്യങ്ങൾ വായിക്കുമ്പോൾ രാജാവിനെ വണങ്ങുന്നതാണ്, ആദരിക്കുന്നതാണ്. ഹോമേജ് ടു ദ കിങ്. അതാണ് രാജാവാണെന്നുള്ളതിന്റെ ഒരു വേറെ തെളിവ് അവിടെ നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. അത് നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചതാണ്. അടുത്ത ഒന്നാണ് ഹോസ്റ്റിലിറ്റി അഗൻസ്റ്റ് ദ കിങ്. രാജാവിനെതിരായുള്ളതായ ശത്രുത്വം. രാജാവായതുകൊണ്ടാണല്ലോ, ഒരു സാധാരണക്കാരനാണെങ്കിൽ ആ ശത്രുത്വം ഉണ്ടാകുകയില്ല എന്നുള്ളതാണ് തെളിയിക്കപ്പെടുന്നത്. മത്തായി സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ് നമുക്കത് കാണുവാനായി സാധിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു വന്നപ്പോൾ രാജാവായതുകൊണ്ട് അവനെ നമസ്കരിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുവാൻ കൊണ്ടിടയായി തീർന്നു. നമസ്കരിക്കാൻ വന്നത് വിദ്വാൻമാര് കിടക്കുന്നു നിന്ന് വന്നു എന്ന് നാം വായിക്കുന്നു. എവിടെ നിന്നാ വന്നതെന്ന് അറിയത്തില്ല. എത്ര വിദ്വാൻമാരാണെന്നും ബൈബിളിൽ ക്ലിയർ അല്ല. 3 ആണെന്ന് അത് പറയാനുള്ള കാരണം അവര് അർപ്പിച്ചതായ വസ്തുക്കൾ 3 ആണ്: പൊന്ന്, മോര്, കുന്തിരുക്കം. അതുകൊണ്ട് 3 പേരാണ് എന്ന് നാം അനുമാനിക്കുന്നു. ഇവര് ബേത്ലഹേമിൽ വരുവാൻ തക്ക ഇടയായി തീർന്നു. അവര് ബേത്ലഹേമിൽ യേശുക്രിസ്തു ജനിച്ചതും ഇവര് ബേത്ലഹേമിൽ വന്നതും എല്ലാം പ്രവചനത്തിന്റെ നിവൃത്തിയാണ്. ബേത്ലഹേം എന്നുള്ളതിന്റെ അർത്ഥം തന്നെ അപ്പത്തിന്റെ വീട് എന്നാണ്. ദാവീദുമായി ബന്ധിച്ചാണത് നിൽക്കുന്നതെന്ന് നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. ജീവന്റെ അപ്പമാകുന്ന യേശുക്രിസ്തു ദാവീദിന്റെ സന്തതിയായി ജനിക്കുവാൻ തക്കമിടയായി തീർന്നു. ദാവീദ് പ്രത്യേകിച്ച് മത്തായി തന്റെ സുവിശേഷം എഴുതുന്ന സമയത്തെല്ലാം പ്രസ്താവിക്കുന്ന ഒരു പ്രത്യേക കാര്യം, ഇതെല്ലാം പ്രവചനത്തിന്റെ നിവൃത്തിയായി നടന്നുവെന്നാണ്. ഫുൾഫിൽമെന്റ് ഓഫ് ദ പ്രോഫസി എന്നുള്ളത് വളരെ വ്യക്തമായി. അവൻ എവിടെ ജനിച്ചു, അവന്റെ ജനനം എങ്ങനെയായിരുന്നു, ഹൗ ഹി വാസ് ബോൺ, വേർ ഹി വാസ് ബോൺ, ദീസ് ഓൾ ആർ ദ ഫുൾഫിൽമെന്റ് ഓഫ് ദ പ്രോഫസി. 3-ാമത്തെ വിഷയമാണ് രാജാവിനെതിരെയുള്ളതായ ശത്രുത്വം എന്നുള്ളത്. 2-13 മുതൽ രാജാവാണെന്നുള്ളതിന് തെളിവ് തന്റെ സ്നേഹിതരിൽ നിന്നുള്ളത് മാത്രമല്ല, തന്റെ ശത്രുക്കളും അതിന് തെളിവാണ്. ശത്രുക്കളുടെ പ്രവർത്തനങ്ങൾ താൻ രാജാവാണെന്നുള്ളത് തെളിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മത്തായി സുവിശേഷത്തിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കുവാനായി കാണുന്നത്. 2-ാം അധ്യായത്തിന്റെ മത്തായി സുവിശേഷം 2-ാം അധ്യായത്തിൽ നമ്മൾ ആദ്യം ചിന്തിച്ചത് വിദ്വാൻമാർ കിടക്കുന്നു വന്നു. അവൻ യഹൂദന്മാരുടെ രാജാവായി പിറന്നവന്റെ നക്ഷത്രം ഞങ്ങൾ കണ്ടു. അവൻ എവിടെയാണ് പിറന്നത് എന്ന് ചോദിച്ചപ്പോൾ ഹെരോദാവ് ആകപ്പാടെ പരിഭ്രമിച്ചു പോയി. 8-ാം വാക്യത്തിൽ ഹെരോദാവ് ഇത് കണ്ടുപിടിച്ചു. ശാസ്ത്രിമാരെ ഒക്കെ വിളിച്ച് പരിശോധിച്ചപ്പോൾ ബേത്ലഹേമിലാണ് യഹൂദന്മാരുടെ രാജാവായി അല്ലെങ്കിൽ മെസ്സിഹായി ക്രിസ്തുവായി ജനിക്കുന്നതെന്ന് മനസ്സിലാക്കി അവരെ പറഞ്ഞയച്ചു. 8-ാം വാക്യത്തിൽ അവരെ ബേത്ലഹേമിലേക്ക് അയച്ചു. നിങ്ങൾ ചെന്ന് ശിശുവിനെ കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിപ്പീൻ, കണ്ടെത്തിയാൽ ഞാനും ചെന്ന് അവനെ നമസ്കരിക്കേണ്ടതിന് വന്ന് എന്നെ അറിയിപ്പീൻ എന്ന് പറഞ്ഞു എന്നാണ് നാം വായിക്കുന്നത്. അപ്പോൾ രാജാവിനും പറച്ചില് കേട്ടാൽ ഈ ശിശുവിനെ നമസ്കരിക്കണം എന്നുള്ള വലിയ ആഗ്രഹമാണ്, വർഷിപ്പിന്റെ വലിയ ആഗ്രഹമാണ് രാജാവിന്റെ വാക്കിൽ നിന്ന് കാണുന്നത്. എന്നാൽ വർഷിപ്പ് ചെയ്യാൻ വേണ്ടിയല്ല, ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയാണ് ചെയ്തത് എന്ന് നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. എന്നാൽ അവിടെ ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചുവല്ലോ, നമ്മള് ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ സമയമാണ്. ക്രിസ്മസിന് സാധാരണയായി
ആട്ടിടയന്മാരും വിദ്വാൻമാരും എല്ലാം ഒന്നിച്ചു നിൽക്കുന്ന പടങ്ങൾ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത് ശരിയല്ല. വിദ്വാൻമാർ ഇതെല്ലാം കഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞാൽ അവരിയ്ക്കുന്ന വീട്ടിൽ, ശിശു ഇരിക്കുന്ന വീട്ടിൽ വന്നുവെന്നാണ് വായിക്കുന്നത്. പുൽത്തൊഴുത്തിലല്ല വിദ്വാൻമാർ വന്നത്, വീട്ടിലെ ഏത് വീടാണെന്ന് നമുക്കറിയത്തില്ല. അവർക്ക് വീട് അവിടെ ലഭിക്കാനിടയായി തീർന്നു. അവർ ഇരുന്ന വീടിന്റെ അകത്ത് വന്ന് അവർ വീണ് നമസ്കരിക്കുവാൻ തക്ക ഇടയായി തീർന്നു. അപ്പോൾ അവരെ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചതാണ്, ജാതികളായ വിദ്വാൻമാർ വന്ന് ഇവനെ നമസ്കരിച്ചു. ഈ ഹെരോദാവിന് ചില യഹൂദന്മാരുമായി ചില ടച്ചുണ്ട്. എന്നാലും ഈ ഹെരോദാവിന്റെ ബ്ലഡ് പ്യുവർ യഹൂദനല്ല. ഹെരോദാവ് ഇദൂമ്യനാണ് എന്നാണ് ചരിത്രം പറയുന്നത്. വളരെ ക്രൂരനായ മനുഷ്യൻ. തന്റെ അധികാരത്തിനെ വെല്ലുവിളിക്കുന്ന ആര് വന്നാലും തട്ടിക്കളയും. അതാണ് താൻ ചെയ്യുന്നത്. അത് തന്റെ വൈഫായിരുന്നാലും അത് തന്റെ മക്കളായിരുന്നാലും താൻ ചെയ്യുമായിരുന്നു. അങ്ങനെയുള്ള ക്രൂരത ചെയ്യുന്ന വളരെ മോശമായ ഒരാളായിരുന്നു ഹെരോദാവ്. ഹെരോദാവിന് വളരെ ഹെരോദാവിന് തന്റെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ ആയതുകൊണ്ട് തനിക്ക് വളരെ നിഗളമുണ്ടായി. താന് ഈ രാജാവിനെ നശിപ്പിക്കുവാനായിട്ട് ആഗ്രഹിച്ചു. ഞാൻ നമ്മൾ പറഞ്ഞു നിർത്തി, ഇതാണ് ഏതോ കിഴക്കിൽ നിന്ന് വന്ന ജാതികളായ ആളുകൾ ഈ രാജാവായി പറഞ്ഞ യേശു കുഞ്ഞിനെ നമസ്കരിക്കുന്നു. എന്നാൽ ആ യെരുശലേമിൽ തന്നെയുള്ള ഹെരോദാവ് യേശുവിനെ നശിപ്പിക്കാനായിട്ട് ആലോചിക്കുന്നു. അവിടെ ന്യായപ്രമാണങ്ങൾ, പഴയ നിയമ പ്രവചനങ്ങൾ ഇതെല്ലാം നന്നായി അറിയുന്ന പുരോഹിതന്മാരും ന്യായശാസ്ത്രന്മാരും അവർക്ക് പ്രസ്താവിച്ചു കൊടുത്തു യേശു കർത്താവ് എവിടെയാണ് ജനിക്കുന്നത്. എന്നാൽ അവർക്ക് നമസ്കരിക്കാനായിട്ട് സാധിച്ചില്ല. ഈ ജാതികൾക്കാണ് അതിനുള്ളതായ ഭാഗ്യം ലഭിക്കുവാൻ ഇടയായി തീർന്നത്. ഈ രാജാവ് അവരെ പറഞ്ഞയച്ചു എങ്കിലും എന്നാൽ തിരിച്ച് ഈ വിദ്വാൻമാർ രാജാവിന്റെ അടുക്കൽ വന്ന് എവിടെയാണ് യേശു ജനിച്ചത്, യഹൂദന്മാരുടെ രാജാവായി പറഞ്ഞവനെന്ന് പറഞ്ഞില്ല. കാരണം സ്വപ്നത്തിൽ ദൈവം അവരോട് ഇടപെട്ടു, ഹെരോദാവിന്റെ അടുക്കലേക്ക് പോകരുത്, വേറെ വഴിയായി പോകണമെന്ന് അവർക്ക് ദൈവം ഇടപെട്ടതിന്റെ ഫലമായി അവർ വേറെ വഴിയായി പോകുവാനൊക്കെ ഇടയായി തീർന്നു. അതിന്റെ ഫലമായി ഹെരോദാവിന് ഭയങ്കരമായി കോപമുണ്ടായി. താൻ ആ സമയമെല്ലാം കണക്കാക്കി 2 വയസ്സിന് താഴെയുള്ള എല്ലാ യഹൂദന്മാരുടെ കുഞ്ഞുങ്ങളെയും ബേത്ലഹേമിലുള്ളവരെ കൊല്ലുവാൻ തക്കവണ്ണം തീരുമാനിച്ചു. എത്ര കുഞ്ഞുങ്ങൾ മരിച്ചു എന്ന് കണക്കാക്കപ്പെട്ടിട്ടില്ല. അന്നും ഇന്നും ബേത്ലഹേം ഒത്തിരി ആളുകൾ പാർക്കുന്നിടമല്ല. അന്നത്തെ ഒരു ഏകദേശ കണക്കനുസരിച്ച് ഇന്നത്തെ കണക്കനുസരിച്ച് 20,000 ആളുകൾ മാത്രമേ ബേത്ലഹേമിലുള്ളൂ. ചെറിയ പട്ടണമാണ്. അന്ന് ഉള്ള കണക്കനുസരിച്ച് ചിലർ അഭിപ്രായപ്പെടുന്നത് 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് 20 പേരിൽ കൂടുതലൊന്നും കാണത്തില്ല. ഒത്തിരി 100 കുഞ്ഞുങ്ങളൊന്നും കൊല്ലപ്പെട്ടെന്ന് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കത്തില്ല. എന്നാൽ 20 എന്നല്ല, ഒരു കുഞ്ഞിനെങ്കിലും കൊന്നാൽ അത് ഭയങ്കരമാണല്ലോ. അങ്ങനെയുള്ള ക്രൂരത ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇവിടെ നമുക്ക് കാണുവാനായി സാധിക്കുന്നത് ഈ പ്രവൃത്തിയുടെ എല്ലാം പിന്നിൽ പിശാചാണ് പ്രവർത്തിക്കുന്നത്. പൈശാചിക ശക്തിയാണ്. പിശാചിനെ കുറിച്ച് നമ്മൾ വായിക്കുന്ന എന്താണ്? പിശാച് ലായറാണ്. അവൻ ഭോഷ്ക് പറയുന്നവനാണ്. അവൻ അറുക്കുകയും കൊല്ലുകയും മുടിക്കുകയും ചെയ്യുന്നവനാണ്. ലായറാണ്, മർഡറാണ് പിശാച്. അത് തന്നെയാണ് ഹെരോദാവ് ചെയ്തത്. ഹെരോദാവ് വിദ്വാൻമാരോട് പറഞ്ഞത് കള്ളമായിരുന്നു. പറഞ്ഞെന്താണ്? യേശു എവിടെയാണ്, മശിഹ എവിടെയാണ്, രാജാവ് എവിടെയാണ് ജനിച്ചതെന്ന് എന്നോട് പറഞ്ഞാൽ എനിക്ക് പോയി നമസ്കരിക്കണം. നമസ്കരിക്കാനല്ല, കൊല്ലാനായിട്ടായിരുന്നു. അപ്പോൾ താൻ ലായറായിരുന്നു എന്ന് കാണുവാനായി സാധിക്കുന്നുണ്ട്. പിന്നെ ഈ കുഞ്ഞുങ്ങളെ കൊല്ലുവാൻ തൊക്കെ ഇടയായി തീർന്നു. അപ്പോൾ ലായർ, മർഡർ എന്നുള്ള യോഗ്യത, പിശാചിനുള്ള യോഗ്യത തന്നെയാണ് ഇവിടെ ഈ ഹെരോദാവിലും കാണുവാൻ തൊക്കെ ഇടയായി തീർന്നത്. ഇവിടെ നമ്മൾ വായിക്കുന്നു, അങ്ങനെ അവര് വിദ്വാൻമാർ തന്നെ കളിയാക്കി എന്ന് മനസ്സിലാക്കിയതിന്റെ ഫലമായി ഹെരോദാവിന് വലിയ കോപം ഉണ്ടാകുവാൻ തൊക്കെ ഇടയായി തീർന്നു. അത് പ്രവചനത്തിന്റെ നിവൃത്തിയാണ് എന്ന് മത്തായി പറയുകയാണ്. അതാണ് 17ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. റാമയിൽ ഒരു ശബ്ദം കേട്ടു, കരച്ചിലും വലിയ നിലവിളിയും തന്നെ. റാഹേൽ മക്കളെ ചൊല്ലി കരഞ്ഞു, അവർ ഇല്ലാകിയാൽ ആശ്വാസം കൈക്കൊള്ളുവാൻ മനസ്സിലായിരുന്നു എന്ന് യെരമ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് അന്ന് നിവർത്തിയായി. യെരമ്യാ 31:15 ഈ പ്രവചനം നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. ഈ പ്രവചനം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ജൂയിഷ് ഹിസ്റ്ററിയുടെ നാം ഒന്ന് നോക്കേണ്ടത് ആവശ്യമാണ്. ഈ ഉൽപ്പത്തി പുസ്തകം 35-ാമത്തെ അധ്യായമാണ് ബേത്ലഹേമിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ആദ്യ ഭാഗം നാം വായിക്കുന്നത്. അത് യാക്കോബിന്റെ ഇഷ്ട ഭാര്യയായ
റാഹേലിന്റെ മരണത്തോടുകൂടിയാണ്, റേച്ചലിന്റെ മരണത്തോടുകൂടിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഉൽപ്പത്തി 35:16 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. അവിടെ വെച്ചാണ് ബേത്ലഹേമിൽ അടുക്കാറായപ്പോൾ റാഹേലിന് ഡെലിവറി ആകേണ്ട സാഹചര്യം വന്നു. വലിയ വേദന വന്നു. ബെന്യാമീനെ പ്രസവിക്കുവാൻ തക്ക ഇടയായി തീർന്നു. ബെന്യാമീൻ എന്നുള്ളതിന് പേരിടുന്നതിന് മുമ്പേ ആദ്യം ബെനോനി എന്നാണ് മാതാവ് ആ കുട്ടിക്ക് പേരിട്ട്. ബെനോനി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ദുഃഖത്തിന്റെ പുത്രൻ എന്നാണ്. സൺ ഓഫ് മൈ സോറോസ് എന്ന് പറഞ്ഞാണ് ബെനോനി എന്ന് വിളിക്കുവാൻ തക്ക ഇടയായി തീർന്നു. ഉൽപ്പത്തി 35:16 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ യാക്കോബ് ആ പേരങ്ങ് മാറ്റി. യാക്കോബ് അതൊക്കെ തിരുത്തിയിട്ട് ബെന്യാമീൻ എന്നാക്കി വന്നിട്ടുണ്ട്. ഓക്കെ, ബെന്യാമീൻ ബെഞ്ചമിൻ എന്നാക്കുവാൻ തക്ക ഇടയായി തീർന്നു. ബെന്യാമീൻ എന്ന് പറഞ്ഞാൽ, ബെഞ്ചമിൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? സൺ ഓഫ് മൈ റൈറ്റ് ഹാൻഡ്, എന്റെ വലം കൈയുടെ പുത്രൻ എന്നാണ് അതിന്റെ അർത്ഥം. ഇത് കർത്താവായ യേശുക്രിസ്തുവിൽ നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. നമ്മൾ വായിക്കുന്ന ഭാഗമാണ് യെശയ്യാവ് 53:3 വാക്യം. അവിടെ എഴുതിയിരിക്കുന്നു, മാൻ ഓഫ് സോറോസ്, ദുഃഖം നിറഞ്ഞവൻ, വേദന നിറഞ്ഞവൻ, അക്വൈന്റഡ് വിത്ത് ഗ്രീഫ്. ആ ദൈവത്തിന്റെ പുത്രൻ തന്നെ. പ്രാലേനം നമ്മൾ പഠിച്ചു 1:3 പിതാവിന്റെ വലത്ത് ഭാഗത്തേക്ക് ആരോഹണം ചെയ്തു. അപ്പോസ്തലപ്രവൃത്തി 5:31 ഇവിടെയൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അവൻ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന പുത്രനായി തീർന്നു. ദുഃഖങ്ങളുടെ പുത്രൻ, വേദനയുടെ പുത്രൻ. ആ ബേത്ലഹേമിൽ ജനിച്ച ബെനോനി, അത് ബെന്യാമീൻ ആയതൊക്കെ ദൈവത്തിന്റെ ഒരു പ്രത്യേക ഇടപെടലായിരുന്നു. വേദനയോടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ജനിച്ചു. എന്നാൽ അവൻ പിതാവിന്റെ വലത്ത് ഭാഗത്ത് നമുക്ക് വേണ്ടി അധികാരമുള്ളവനായി ആരോഹണം ചെയ്യുന്നത് കാണുവാനായി സാധിക്കുന്നുണ്ട്. യെരമ്യാവ് പ്രവചനം എഴുതിയത് കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ ജനിക്കുന്നതിനും 600 വർഷങ്ങൾക്ക് മുമ്പാണ്. ഈ പ്രവചനത്തിന്റെ നിവൃത്തിയായി അത് 600 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ നിറവേറിയതാണ് നമുക്കിവിടെ കാണുവാനായി സാധിക്കുന്നത്. ഇവിടെ റാഹേൽ ഇസ്രയേലിലെ മാതാക്കളുടെ എല്ലാം റെപ്രസെന്റേറ്റീവായിട്ട് നിലവിളിക്കുന്നതാണ് നമുക്ക് അവിടെ കാണുവാനായി സാധിക്കുന്നത്. അതിന്റെ ഒരു അർത്ഥം ഇങ്ങനെ നമുക്ക് പറയാം, ഐ ഗേവ് മൈ ലൈഫ് ടു ബെയർ എ സൺ, നൗ ഹിസ് ഡിസെൻഡേഴ്സ് ആർ നോ മോർ. റാഹേലിന് പറയാനുള്ളത്, എന്റെ ജീവൻ കൊടുത്ത് ഒരു മകനെ ഞാൻ പ്രസവിച്ചു, അവന്റെ തലമുറ വന്നപ്പോൾ അവരുടെ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന് നിലവിളിക്കുന്നതാണ്. റാഹേൽ മക്കളെ ചൊല്ലി കരഞ്ഞു. അവർ ഇല്ലായകയാൽ ആശ്വാസം കൈക്കൊള്ളുവാൻ മനസ്സില്ലാതിരുന്നു എന്നാണ് കാണുവാൻ സാധിക്കുന്നത്. ഇവിടെ നാം താഴോട്ട് വായിച്ചു വരുമ്പോൾ ആ യെരമ്യാ പ്രവചനത്തിന്റെ തന്നെ അടുത്ത ഭാഗങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഈ മശിഹ ആ പ്രദേശത്ത് തന്നെ പിന്നീട് യെരമ്യാവിന്റെ പുസ്തകം 31:16-17 വാക്യങ്ങളിൽ അവിടെ കാണുന്നുണ്ട്, ഇവരെ റിസ്റ്റോർ ചെയ്യുന്നതായി, സ്വദേശത്തേക്ക് ദൈവം മടക്കിക്കൊണ്ടുവരുന്നതായി. 27-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദാവീദിനെ കുറിച്ചൊക്കെ വായിക്കുന്നുണ്ട്. അപ്പോൾ ദാവീദിന്റെ സിംഹാസനത്തിൽ വാഴുവാൻ തക്കവണ്ണം മശിഹ ജനിക്കുന്നതൊക്കെ നമുക്കിവിടെ കാണുവാനായി സാധിക്കുന്നുണ്ട്. അപ്പോൾ ബേത്ലഹേം എന്ന് പറഞ്ഞാൽ യാക്കോബിനെ സംബന്ധിച്ചിടത്തോളം ദുഃഖത്തിന്റെ പട്ടണമായിട്ടാണ് കാണുവാനായി സാധിക്കുന്നത്. ഒരു ഡെത്ത് പ്ലേസ് ആയിട്ടാണ് കാണുവാനായി സാധിക്കുന്നത്. എന്നാൽ യേശുക്രിസ്തു ബേത്ലഹേമിൽ ജനിച്ചതോടുകൂടി മരണത്തിൻ്റെതായ ഓർമ്മയെല്ലാം മാറിക്കിട്ടി. ദൈവത്തിന്റെ പുത്രൻ, ജീവന്റെ ദാതാവോട് ജനിക്കുവാൻ തക്ക ഇടയായി തീർന്നു. ഇന്ന് ബേത്ലഹേം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ആരും ഒരു ബറിയൽ പ്ലേസ് ആയി ഒരു റേച്ചലിനെ അടക്കിയ സ്ഥലമായിട്ടല്ല ചിന്തിക്കുന്നത്. ദൈവത്തിന്റെ പുത്രൻ ജനിച്ച സ്ഥലമായിട്ടാണ് ചിന്തിക്കുന്നത്. Now people not thinking Bethlehem as a burial place, because Jesus because of Jesus we have great hope. യേശു ബേത്ലഹേമിൽ ജനിച്ചതിന്റെ ഫലമായി ദുഃഖം മാറുവാൻ, മരണഭയം മാറുവാൻ, അടക്കിയ സ്ഥലത്തിന്റെ ചിന്ത മാറി അത് ദൈവപുത്രൻ ജനിച്ച ജീവന്റെ അപ്പമായി ജനിച്ചവനെ കാണുവാൻ അറിയുവാൻ ഇടയായി തീർന്നിരിക്കുന്നു. അപ്പോൾ ഇവൻ രാജാവാണെന്നുള്ളതിന്റെ തെളിവുകളാണ് മത്തായി സുവിശേഷത്തിലൂടെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവന്റെ വംശാവലിയെ കുറിച്ച് പഠിച്ചു. പിന്നീട് നാം പഠിച്ചത് അവനെ നമസ്കരിക്കുന്നത്, രാജാവായതുകൊണ്ട് വിദ്വാൻമാർ അവനെ നമസ്കരിക്കുന്നത്. മൂന്നാമതായിട്ട് നമ്മൾ ചിന്തിച്ചത് അവൻ രാജാവായതുകൊണ്ട് അവനെതിരെ ശത്രുത്വം ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഹോസ്റ്റിലിറ്റിയെ കുറിച്ചാണ് ഇപ്പോൾ പഠിച്ചത്. ഇനി അടുത്തത് 2-ാം അധ്യായത്തിന്റെ 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ രാജാവിന്റെ ഹ്യൂമിലിറ്റിയാണ്, അവന്റെ സൗമ്യതയാണ്
അവന്റെ താഴ്മയാണ്, ഹ്യൂമിലിറ്റി ഓഫ് ദ കിങ് ആണ് നമുക്ക് അവിടെ കാണുവാനായി സാധിക്കുന്നത്. ഹെരോദാവ് ഹെരോദ് ഗ്രേറ്റ് മരിക്കുന്നത് BC 4-ലാണ്. BC 4 മരിക്കുന്നതിന് മുമ്പാണ് കർത്താവായ യേശുക്രിസ്തു ജനിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് വേദപണ്ഡിതന്മാർ കണക്കാക്കപ്പെടുന്നത് BC 6-നോ 5-നോ ആണ് യേശുക്രിസ്തു ജനിച്ചതെന്നാണ്. BC പുറകോട്ടാണല്ലോ എണ്ണുന്നത്. BC 5-നോ 6-നോ അടുപ്പിച്ചാണ് യേശുക്രിസ്തു ജനിക്കുവാൻ തക്കവണ്ണം തീർന്നത്. അപ്പോൾ ഹെരോദാവ് ഇവര് മിസ്രൈമിലേക്ക് പോകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. മിസ്രൈമിലേക്ക് പോയതിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. മിസ്രൈമിൽ, ഈജിപ്തിൽ ഇവർ ഓടിപ്പോകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. വേദപുസ്തകം പഠിക്കുന്നവർക്കറിയാം. ചില വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് ഈ ജോസഫും മറിയും പണക്കാരൊന്നും അല്ലായിരുന്നു. ഇസ്രായേലിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഒത്തിരി ദൂരെയുള്ള സ്ഥലമല്ല എങ്കിലും ചെലവുള്ള കാര്യമാണ്. അവിടെ താമസിക്കാനായി ഒരു അന്യദേശത്ത്, അന്നും ഇസ്രായേലിൽ യഹൂദന്മാർ വേറെ ഉണ്ടായിരുന്നു. അവരുടെ ഇടയിലേക്കാണ് ഇവർ പോയത്. പക്ഷേ ഇവർക്ക് അവിടെ താമസിക്കാനും അവിടുത്തെ ചെലവ് കഴിയാനും ഉള്ളതൊക്കെ എങ്ങനെ ഉണ്ടായെന്ന് വേദപണ്ഡിതന്മാർ പറയുന്നുണ്ട്. വിദ്വാൻമാർ കൊടുത്ത കാഴ്ച വസ്തുക്കളാണ്. പൊന്ന്, മൂര്, പൊന്തിരുക്കം. ഈ പൊന്നൊക്കെ അതിനുവേണ്ടി ചെലവഴിക്കുവാൻ തക്കവണ്ണം പര്യാപ്തമായി തീരുവാൻ തക്കവണ്ണം ഇടയിൽ തീർന്നു. ഇവിടെയെല്ലാം നമ്മൾ ഇങ്ങോട്ട് പഠിച്ചു വരുമ്പോഴെല്ലാം ദൈവത്തിന്റെ പ്രത്യേക ഇടപെടലുകൾ, ദൈവത്തിന്റെ പ്രത്യേക പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. മത്തായി 2:20 ശിശുവിനെ പ്രാണഹാനി വരുത്തുവാൻ നോക്കിയവർ മരിച്ചു പോയത് കൊണ്ട് നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് ഇസ്രായേൽ ദേശത്തേക്ക് പോക എന്ന് പറഞ്ഞു. ഇസ്രായേലിൽ ആയിരുന്നതായ ഈ വീണ്ടെടുപ്പുകാരനായ യേശു കർത്താവിനോടുള്ളതായ ദൂതാണ് നീ മിസ്രൈം വിട്ട് ഇസ്രായേൽ ദേശത്തേക്ക് പോക എന്ന് പറഞ്ഞു. പുറപ്പാട് 4:19 മത്തായി 2:20 കൂടെ കമ്പയർ ചെയ്ത് പഠിക്കാറുണ്ട്. പുറപ്പാട് 4:19 പറയാണ്, മോശയോട് ദൈവം പറയാണ്, ഞാൻ നിന്നെ വീണ്ടെടുപ്പുകാരനായി കണ്ടിരിക്കുന്നു, നീ നിന്റെ ജനത്തിന്റെ അടുത്ത് പോയി അവരുടെ കഷ്ടത കാണുക. ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുകാരനായി മോശയെ മിസ്രൈമിൽ വെച്ച് ദൈവം വിളിക്കുന്നു ഇസ്രായേൽ ജനത്തിന്റെ അടുക്കലേക്ക് പോകുവാൻ. ലോകജനത്തിന്റെ എല്ലാം, മാനവരാശിയുടെ എല്ലാം വീണ്ടെടുപ്പുകാരനായ യേശു കർത്താവിനെ മിസ്രൈമിൽ വെച്ച് ഓർഡറുണ്ടായി ഇസ്രായേൽ ദേശത്തേക്ക് പോകാം, വീണ്ടെടുപ്പുകാരന് വേറെ ശുശ്രൂഷ ചെയ്യുവാനായി വിളിക്കുന്നതാണ് കാണുവാനായി സാധിക്കുന്നത്. ദൈവത്തിന്റെ വീണ്ടെടുപ്പിന്റെ പ്രോഗ്രാം ഇങ്ങനെയൊക്കെ നമുക്ക് കാണുവാനായി സാധിക്കുന്നു. നമ്മൾ ഈ ഭാഗം വായിച്ചു വരുമ്പോൾ മത്തായി സുവിശേഷം 2-ാം അധ്യായത്തിൽ അവിടെ ഈ ഇസ്രായേൽ ഭരിക്കുന്ന ഹെരോദാവിന്റെ മകൻ അർക്കലിയോസ് ഭരിക്കുന്നു എന്നാണ് നമ്മളവിടെ വായിക്കുന്നത്. എന്നാൽ 22-ാം വാക്യത്തിൽ, എന്നാൽ യഹൂദിയിൽ അർക്കലിയോസ് തന്റെ അപ്പനായ ഹെരോദാവിന് പകരം വാഴുന്നു കേട്ടതുകൊണ്ട് അവിടെ പോകുവാൻ ഭയപ്പെട്ടു. സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് ഗലീല പ്രദേശങ്ങളിലേക്ക് മാറിപ്പോയി. അർക്കലിയോസ് ഈ ദുഷ്ടനായ ക്രൂരനായ ഹെരോദാവിന്റെ മകനാണ്. ഹെരോദാവ് മരിച്ചു കഴിഞ്ഞപ്പോൾ, BC 4 മരിച്ചു കഴിഞ്ഞപ്പോൾ അർക്കലിയോസിനെ രാജാവാക്കാൻ തുടങ്ങി. എന്നാൽ യഹൂദന്മാരെല്ലാം ഈ ഹെരോദാവിന്റെ ക്രൂരത നിമിത്തം ആകപ്പാടെ വീർപ്പ് മുട്ടി വിഷമിച്ചിരിക്കുകയാണ്. അവരൊരു വലിയ ക്രൂസൈഡ് പോലെ അന്ന് ഭരിച്ചിരുന്നതായ കൈസറിന്റെ അടുക്കൽ ചെന്നിട്ട്, ഈ അഗസ്തോസ് സീസറാണ് അന്ന് ഭരിച്ചിരുന്നത്. അഗസ്തോസ് ഭരിച്ചിരുന്ന സമയത്ത് ഇവര് പോയി ഈ അർക്കലിയോസിനെ രാജാവാക്കുന്നതിന് എതിരെ സംസാരിച്ചു. അങ്ങനെ അർക്കലിയോസ് അത് എഗ്രി ചെയ്ത് ഈ ഹെരോദാവിന്റെ കിങ്ഡം 2ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതിന്റെ പകുതി ഭാഗം മാത്രമാണ് അർക്കലിയോസിന് കൊടുത്തത്. ഇപ്പോൾ ബേത്ലഹേം ഉൾപ്പെട്ട യഹൂദദേശം അർക്കലോസിന്റെ കയ്യിലാണ്. എന്നാൽ മേൽഭാഗം ഗലീല പ്രദേശങ്ങൾ ഇപ്പോൾ അർക്കലിയോസിന്റെ ഭരണത്തിലുള്ളതല്ല. ഇവര് തിരികെ പോകാനായിട്ട് ഇസ്രായേൽ ദേശത്തേക്ക് പോകാൻ അരുളപ്പാട് കിട്ടി. പക്ഷേ ബേത്ലഹേമിലേക്ക് പോകുന്നതിന് ഇവർക്ക് ഭയമുണ്ടായി. കാരണം ഈ ശിശുവിനെ കൊല്ലുവാൻ ശ്രമിച്ച ഹെരോദാവിന്റെ മകൻ അർക്കലിയോസ് അവിടെ വാഴുന്നുണ്ട്. അവര് ചിന്തിക്കുവാൻ ഇടയായി തീർന്നു. ജോസഫ്, മറിയ അവരുടെ കോമൺ സെൻസ് ഉപയോഗിച്ചു. എന്നാൽ പിന്നീട് അവർക്ക് ദൈവത്തിന്റെ വ്യക്തമായ ഗൈഡൻസ് ലഭിക്കുവാൻ ഇടയായി തീർന്നു. അവരുടെ സ്വന്തം സ്ഥലമായ നസറേത്തിലേക്ക് പോകുവാനായി. നസറേത്തിലേക്ക് പോകുന്നതും ദൈവിക വെളിപ്പാടായിട്ടാണ് നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. അതാണ് മത്തായി ഇവിടെ പ്രസ്താവിക്കുന്നത്. 2:19-20 വാക്യങ്ങളിൽ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്. യേശുവിനെ അമ്മയും കൂട്ടിക്കൊണ്ട് ഇസ്രായേൽ ദേശത്തേക്ക് പോകുക എന്ന് പറഞ്ഞു. താഴോട്ട് വരുമ്പോൾ 22-ാം വാക്യം, എന്നാൽ യഹൂദിയിൽ അർക്കലിയോസ് തന്റെ അപ്പനായ ഹെരോദാവിന് പകരം വാഴുന്നത് കേട്ടതുകൊണ്ട് അവിടെ പോകാൻ ഭയപ്പെട്ടു. സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് ഗലീല പ്രദേശങ്ങളിലേക്ക് മാറിപ്പോയി.
അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടുമെന്ന് പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ തക്കവണ്ണം നസ്രേത്ത് എന്ന ഗ്രാമത്തിൽ ചെന്ന് പാർത്തു. നമ്മുടെ വിഷയം അതാണ്. ഈ രാജാവായ യേശു കർത്താവിന്റെ സൗമ്യത, താഴ്മ എന്നുള്ള വിഷയമാണ്. മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ ദേശത്തേക്ക് വന്നുവെങ്കിലും ബേഥലേഹമായ ദാവീദിന്റെ പട്ടണത്തിൽ പാർക്കുവാനായിട്ട് അവർ ഭയപ്പെട്ടു. അവര് കാത്തിരുന്നു. ദൈവം അവരോട് സംസാരിച്ചു. ജീവിതത്തിൽ കൺഫ്യൂഷൻ വരുമ്പോൾ എങ്ങനെയാണ് ഇനി അടുത്ത ചുവട്, എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ ഇരിക്കുമ്പോൾ ദൈവസേനയിൽ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി ദൈവം വെളിപ്പെടുത്തും കാര്യങ്ങൾ. അതുപോലെ ജോസഫിനോട് സംസാരിച്ചു. അവരെ നസ്രയത്തിലേക്ക് പോകുവാൻ തക്കവണ്ണം ഗലീല പ്രദേശങ്ങളിലേക്ക് പോകാനായിട്ട് സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായി എന്ന് നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. ഇത് നമ്മുടെ കർത്താവായി ഇവിടെ പലരെ ഒരു പ്രവാചകനെന്നല്ല മത്തായി എഴുതിയിരിക്കുന്നത്, പ്രവാചകന്മാർ മുഖാന്തരം എന്നാണ്. ഏതെല്ലാം പ്രവചനങ്ങളാണ് എന്ന് നമുക്കറിയത്തില്ല. എന്നാൽ യേശു കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങളിലൊക്കെ മത്തായി സങ്കീർത്തനങ്ങൾ 22, ഏശയ്യാ പ്രവചനം, ഇവിടെ എല്ലാം ഏറ്റവും താണ അവസ്ഥയിലായ ആ ലോ സ്റ്റേജിനെ കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. അവൻ വളർന്നു വന്നത്, അവന്റെ അവസ്ഥയൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളത് വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രവചനങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. ഈ യോഹന്നാന്റെ സുവിശേഷത്തിലുമൊക്കെയും ഈ നസ്രയത്തിലെ അവസ്ഥയെ കുറിച്ചൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. നസ്രയത്തിൽ നസ്രയത്തിനെ കുറിച്ച് നസ്രയത്ത് വലിയ നന്മയൊന്നും ലഭിക്കാത്ത സ്ഥലമാണ് എന്നുള്ളത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 46-ാമത്തെ വാക്യം, 1-ാം അധ്യായം 46-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? ഇസ് ദെയർ എനി ഗുഡ് തിങ്സ് come out of Nazareth. അപ്പൊ നസ്രയത്ത് എന്ന് പറയുന്നത് ഒരു ഡിസ്പൈസ്ഡ് സിറ്റി ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ആർക്കും വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാത്ത സ്ഥലമായിരുന്നു നസ്രയത്ത്. ആ നസ്രയത്തിലാണ് യേശു കർത്താവ് ജനിക്കുവാനും വളരുവാനും ഒക്കെ ഇടയായി തീർന്നത്. എന്നാൽ കുറെ കഴിഞ്ഞപ്പോൾ യേശുക്രിസ്തുവിനെ നസ്രായൻ എന്ന് വിളിച്ചിട്ടുണ്ട്. അനേക വാക്യങ്ങളുണ്ട്. മത്തായി സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 11, മാർക്കോസ് 14-67, യോഹന്നാൻ 18-5 മുതൽ 7 വരെ ഇവിടെയെല്ലാം നമ്മൾ വായിക്കുന്നത് നസ്രായൻ എന്നാണ്. യേശുക്രിസ്തുവിനെ കുറിച്ച് യേശുവിനെ അങ്ങനെ വിളിച്ചു എന്ന് മാത്രമല്ല, യേശുവിന്റെ ഫോളോവേഴ്സിനെയും കുറെ കഴിഞ്ഞപ്പോൾ ആ പേരിലാണ് വിളിക്കുവാൻ തക്ക ഇടയായി തീർന്നത്. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം തന്നെ നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 24-ാമത്തെ അധ്യായം, അപ്പോസ്തല പ്രവർത്തികൾ 24-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം, അവിടെ പൗലോസ് കുറ്റക്കാരനാണെന്ന് തെളിയിക്കുവാനായി പല ന്യായങ്ങൾ കൊണ്ടുവരുമ്പോൾ അവിടെ പറയുന്നതാണ്, ഈ പുരുഷൻ ഒരു ബാധയും ലോകത്തിലുള്ള സകല യൂതന്മാരുടെയും ഇടയിൽ കലഹം ഉണ്ടാക്കുന്നവനും നസ്രായ മതത്തിന് മുമ്പിനും എന്ന് ഞങ്ങൾ കണ്ടിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു ഈ നസ്രയത്തിൽ വളർന്നു വന്നതുകൊണ്ട് നസ്രായ മതത്തിന്റെ ആളായി വളരെ താണ അവസ്ഥയിൽ യേശു കർത്താവിനെ കുറിച്ച് ചിത്രീകരിച്ചിരിക്കുന്നത് നമുക്ക് ഇവിടെ കാണുവാനായി സാധിക്കുന്നുണ്ട്. യേശുക്രിസ്തു അങ്ങനെ രാജാവായി ജനിച്ചുവെങ്കിലും താഴെ ഉള്ള ആൾക്കാര്, വളരെ ലോ സ്റ്റേജിൽ ആളുകൾ കാണുന്ന നസ്രയത്തിലുള്ള ആളുകളുമായി ഇടപെട്ട് ജീവിക്കുന്നതാണ് നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. ഇവൻ നസ്രായനാണെന്നാണ് ലോകക്കാര് ചിന്തിച്ചത്. എന്നാൽ അതിനകത്ത് അവർക്ക് തെറ്റുപറ്റി. ഇവരെല്ലാം ഈ യൂത പണ്ഡിതന്മാരും പുരോഹിതന്മാരും ഒക്കെ ചിന്തിച്ചത് നസ്രയത്തിലാണ് യേശു കർത്താവ് ജനിച്ചതെന്നാണ്. എന്നാൽ അവർ യഥാർത്ഥത്തിൽ പോയി ടെമ്പിളിൽ പോയി യേശു കർത്താവിനെ ശുദ്ധീകരണത്തിനായി കൊണ്ടുവന്ന റെക്കോർഡൊക്കെ പരിശോധിച്ച് നോക്കിയാൽ വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു, ഇവൻ നസ്രയത്തിലല്ല ജനിച്ചത്, ഇവൻ ജനിച്ചത് ബേഥലഹേമിലായിരുന്നു എന്ന്. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 50 മുതൽ 52 വരെയുള്ള വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ഇവൻ ഗലീലയിൽ നിന്ന് വന്നവനാണ്, ഇവൻ ഗലീലക്കാരനാണ്, ഇവൻ നസ്രായനാണ് എന്നുള്ളത് വളരെ തുച്ഛമായി പറയുന്നതാണ് നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. എന്നാൽ അവർക്ക് യഥാർത്ഥത്തിൽ യേശു എവിടെയാണ് ജനിച്ചതെന്നുള്ളത് അവർക്ക് ഗ്രഹിക്കുവാനായി അന്ന് കഴിഞ്ഞില്ല. എന്നാൽ ഇവിടെ നമുക്ക് കാണുവാനായി സാധിക്കുന്നത്, ഒരു സാധാരണ വില്ലേജിൽ ബേഥലഹേമിൽ യേശു ജനിച്ചു. എന്നാൽ വളർന്നു വന്നത് വളരെ
ഡിസ്പൈസ് ആയിട്ടുള്ളതായ ഒരു സിറ്റിയിലാണ്. എന്നാൽ അവന്റെ താഴ്മയാണ് നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. എന്നാൽ അവൻ രാജാവാണ് എന്നുള്ളത് അവിടെ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. ഈ യേശു കർത്താവിന്റെ താഴ്മയും യേശു കർത്താവിന്റെ വിനയവും സൗമ്യതയും എത്ര വലിയതാണ്. ഞാൻ ഈ ഭാഗം ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ യേശു ബേത്ലഹേമിൽ ജനിച്ചതല്ല, അവൻ ഭൂമിയിൽ ജനിച്ചത്. നസ്രത്ത് എന്ന ഒരു നന്മയും വരാത്ത ഗ്രാമത്തിൽ വളർന്നതൊക്കെ യേശു കർത്താവിന്റെ താഴ്മയാണ് കാണിക്കുന്നത്. എന്നാലും അതിലും വലുതല്ലേ ഈ ലോകത്തിന്റെ എല്ലാം ഉടയവൻ ഈ നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ വരുവാൻ അവന് പ്രസാദം തോന്നിയത്. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തൻ എന്റെ ഉള്ളിൽ വന്നു എന്നുള്ളതൊന്ന് ചിന്തിച്ചു നോക്കിയാൽ എത്ര അത്ഭുതമാണ്. ആ രാജാവിന്റെ താഴ്മ, സൗമ്യത ഇന്ന് പൽക്കാലം അതാണ് നമുക്ക് ഓർക്കുവാനുള്ളത്. നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ താഴ്ത്തിക്കൊണ്ട് ആരാധനയ്ക്കായി നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം.